ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന തീം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു തീം എത്രത്തോളം റെലവെന്റ് എന്നുള്ളത് ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Collective duty of constitutional bodies to respect one another, Vice President Jagdeep Dhankar. Supreme Court judge calls for stronger safeguards in constitutional bodies. സോ ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റെലവൻസ് ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന തീം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എത്രത്തോളം PYQs കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. 2024 How many delimitation commission have been constituted by the Government of India till December 2023? And മറ്റൊരു question, consider the following organizations or bodies in India: the National Commission for Backward Classes, the National Human Rights Commission, the National Law Commission, the National Consumer Dispute Redressal Commission. How many of the above constitutional bodies? സോ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു തീമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്തവണ ഇമ്പോർട്ടന്റ് എന്ന് ഉള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ 75th ആനിവേഴ്സറി ഇത്തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. സോ ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകണക്ക് തന്നെ ഇതൊരു പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേണക്ക് തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് ഇതിന്റെ കോമ്പോസിഷൻ. പിന്നെ അതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 6 years അല്ലെങ്കിൽ 65 years എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഏതാണോ ആദ്യം അതായിരിക്കും എടുക്കുക. ദെൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതേണക്ക് റിമൂവൽ എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കേസിൽ സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ പ്രോസസ് ആയിരിക്കും ഇവിടെ. ബാക്കി ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും പ്രസിഡന്റ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മേജർ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർ മേജറായിട്ടും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ലോക്സഭ, രാജ്യസഭ, അതിനൊക്കെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതേപോലെ തന്നെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഓഫീസിലേക്കുമാണ് അവര് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുള്ള മേജർ പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോഡ് ഓഫ് കണ്ടക്ട്, മോഡൽ എൻഫോഴ്സ്മെന്റ് ഒരു പവറാണ്. അതിനൊക്കെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ ഡീ രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇല്ല. അത് എന്ത് സീരിയസ് വയലേഷൻ ആയാൽ പോലും ആ പാർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അവരെ ഡീ രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇല്ല. അത് കണക്ക് തന്നെ ഇലക്ഷൻ സിംബൽസ് അലോട്ട് ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അതേപോലെ തന്നെ പ്രസിഡന്റിനായാലും ഗവർണേഴ്സിനായാലും ഒക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ പവേഴ്സിൽ അഡ്വൈസ് ചെയ്യുന്നതും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി 1989 മുന്നേ വരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്പർ രീതിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 1989 ശേഷമാണ് ഇതൊരു മൾട്ടി മെമ്പർ രീതിയിലേക്ക് ഈ ഒരു കോമ്പോസിഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കോമ്പോസിഷൻ മാറുന്നത്. അതേനൊക്കെ തന്നെ ഡിസിഷൻസ് എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ്സ് മെമ്പേഴ്സിന്റെ ഇടയിൽ വരികയാണെങ്കിൽ മെജോറിറ്റി തീരുമാനം അനുസരിച്ചായിരിക്കും അവര് ഡിസിഷൻസ് എടുക്കുക. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ഇലക്ഷൻസ് നടത്തുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അവരുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ആയാലും പഞ്ചായത്തിന്റെ ഒക്കെ ആയാലും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് നമ്മുടെ UPSC കുറിച്ചാണ്. സോ ഈ UPSC മെൻഷൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 315 to 323 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഈ പറയുന്ന UPSCയുടെ പവേഴ്സ് ആയാലും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. സോ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. അത് കണക്ക് തന്നെ ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചെയർമാൻ പ്ലസ് അതർ മെമ്പേഴ്സ് ആണ്. ആ അതർ മെമ്പേഴ്സിന്റെ നമ്പർ എത്രത്തോളം ആൾക്കാർ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സോ ഇനി ഇവരുടെ ടെന്യൂർ നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ പറഞ്ഞ കണക്ക് തന്നെയാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇതിൽ ഏതാണോ ആദ്യം അതായിരിക്കും ടെന്യൂർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതേ കണക്ക് തന്നെ റിമൂവൽ എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് മിസ്ബിഹേവിയർ
അല്ലെങ്കിൽ ഓൾസോ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഇൻസോൾവൻസി, ഇൻഫോർമിറ്റി ഓർ അതർ ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ ഒരു ഗ്രൗണ്ട്സിലായിരിക്കും റിമൂവൽ പ്രൊസീജിയേഴ്സ് നടക്കുക. ഇനി UPSCയുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിലായാലും അതേണക്ക് തന്നെ സെൻട്രൽ സർവീസിലായാലും ഒക്കെയുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന UPSC ആണ്. സോ അതേണക്ക് തന്നെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ആയാലും പ്രൊമോഷൻസ്, ഡിസിപ്ലിനറി മാറ്റേഴ്സ് ഇതിലൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ഈ പറയുന്ന UPSC ആണ്. സോ ഇവരവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റിനാണ്. ഓക്കെ, സോ UPSCയുടെ അഡ്വൈസ് എന്നുള്ളത് ഒരിക്കലും ബൈൻഡിങ് നേച്ചർ ഉള്ള ഒന്നല്ല. ഇറ്റ്സ് എ നോൺ ബൈൻഡിങ് നേച്ചർ. അതേണക്ക് തന്നെ പകുതിയോളം മെമ്പേഴ്സിനെങ്കിലും 10 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315-323 ആണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചെയർമാൻ പ്ലസ് മെമ്പേഴ്സ് ആണ്. ആ മെമ്പേഴ്സിന്റെ എണ്ണത്തെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഗവർണർ ആണ്. UPSCയുടെ കേസിൽ പ്രസിഡന്റ് ആയിരുന്നു. സ്റ്റേറ്റ് PSCയുടെ കേസിൽ ഈ പറയുന്ന പോലെ ഗവർണർക്കായിരിക്കും അവിടെ റോള് വരുന്നത്. ടെന്യൂർ എന്ന് പറയുന്നത് 6 years അല്ലെങ്കിൽ 62 years ആയിരിക്കും. അതേണക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. പക്ഷെ ഇവിടെ റിമൂവൽ ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേസിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനും ആയിരിക്കും. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സർവീസിലേക്കുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് PSC ആണ്. അതേ കണക്ക് തന്നെ സ്റ്റേറ്റ് സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ്സ് ആയാലും പ്രൊമോഷൻസ് ആയാലും ട്രാൻസ്ഫേഴ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതും ഈ പറയുന്ന സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അവരവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലായിരിക്കും. ഓക്കെ, UPSCനെ പോലെ തന്നെയാണ് സ്റ്റേറ്റ് PSCയുടെ അഡ്വൈസും നോൺ ബൈൻഡിങ് നേച്ചറിലുള്ള ഒന്നാണ്. അതേ കണക്ക് തന്നെ UPSCക്ക് 2 അതിലധികം സ്റ്റേറ്റിലേക്ക് ജോയിന്റ് PSC എന്ന രീതിയിൽ സെർവ് ചെയ്യാൻ സാധിക്കും. അതായത് ആ 2 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയും അല്ലെങ്കിൽ 2-ലധികം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയും അനുമതി ഉണ്ടെങ്കിൽ UPSCക്ക് ജോയിന്റ് PSC എന്നുള്ള രീതിയിലും സെർവ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ UPSC, സ്റ്റേറ്റ് PSC, അതെനക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ടേബിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സോ UPSCയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 315-323 ആണ്. അതേസമയം സ്റ്റേറ്റ് PSCയുടെ ഇതെനക്ക് 315-323 ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 324 ആണ്. ഇനി UPSCയിൽ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതേസമയം സ്റ്റേറ്റ് PSCയുടെ കേസിലേക്ക് വരുമ്പോൾ അത് ഗവർണർ ആയിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ അവിടുത്തെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇനി ടേമിന്റെ കേസിൽ വരുമ്പോൾ UPSCയുടെ കേസിൽ 6 years അല്ലെങ്കിൽ 65 years ഏതാണോ ആദ്യം അതായിരിക്കും എടുക്കുക. സ്റ്റേറ്റ് PSCയുടെ കാര്യത്തിൽ 6 years or 62 years ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയില് 6 years അല്ലെങ്കിൽ 65 years ആണ്. ദെൻ റിമൂവൽ എന്ന് പറയുന്നത് UPSCയുടെ കേസിൽ ബൈ പ്രസിഡന്റ് ആയിരിക്കും. സ്റ്റേറ്റ് PSCയുടെ കാര്യത്തിലും പ്രസിഡന്റ് തന്നെയായിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതേണക്ക് തന്നെ ബാക്കി ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യത്തിലും വ്യത്യാസമുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കേസിൽ സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ആയിരിക്കും. കാരണം അവിടെ പാർലമെന്റിനും റോൾ ഉണ്ട്. പക്ഷെ അതേസമയം ഇലക്ഷൻ കമ്മീഷണർ ബാക്കി ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും ചെയ്യുക. ഇനി മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് UPSCയുടെ കേസിൽ യൂണിയൻ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് PSCയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മേജർ ഫങ്ഷൻ എന്നുള്ളത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്ന് നോക്കാം. കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു തീമിൽ നിന്ന് വരാം. കാരണം പലപ്പോഴായിട്ട് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും CAGയുടെയും ഒക്കെ ഫങ്ഷണൽ ഓട്ടോണോമി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് അവരുടെ ഇൻഡിപെൻഡൻസ്, അപ്പോയിന്റ്മെന്റ്, റിമൂവൽ പ്രൊസീജിയേഴ്സ് തുടങ്ങിയവയൊക്കെ പലപ്പോഴും ഇതിനു മുന്നേ തന്നെ UPSC ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അവരുടെ പവേഴ്സ്, റിമൂവൽ പ്രോസസ്സ്, ആരുടെ മുന്നിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി പോവുക. അതേണക്ക് തന്നെ റീസെന്റ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസിനെ കുറിച്ച്, സിവിൽ സർവീസ് റീഫോംസിനെ കുറിച്ച്, സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻസിനെ കുറിച്ച്, അതായത് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചൊക്കെ ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കുക. പിന്നെ അതേണക്ക് തന്നെ PYQs നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരേ ഏരിയയിൽ തന്നെ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എടുത്ത്, അതായത് കറന്റ് ഏതൊക്കെ ബോഡീസ് ആണ് റെലവെന്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് അതിന്റെ ആർട്ടിക്കിൾസ്, ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, അവരുടെ റിമൂവൽ മെത്തേഡ് എങ്ങനെയാണ്, അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എങ്ങനെയാണ്,
ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി പോവുക. അതേപോലെ തന്നെ മെയിൻസ് ആയിട്ട് കണക്ട് ചെയ്തും പ്രിലിംസിന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. കാരണം NHRC, ഫൈനാൻസ് കമ്മീഷൻ, UPSC റീഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഫാക്ച്വൽ പ്രിലിംസ് ക്വസ്റ്റ്യനിലേക്ക് UPSC മാറിയിട്ടുണ്ട്. സോ മെയിൻസിന്റെ ആ ഒരു സെഷനൊക്കെ നോക്കുക, അത് നമുക്ക് പ്രിലിംസിന് ഉപയോഗം ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, എക്സിക്യൂട്ടീവ് ബോഡീസ് തുടങ്ങിയവ കൃത്യമായിട്ട് തന്നെ നോക്കുക. ദെൻ എലിമിനേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ കവർ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അവരുടെ മേജർ ആർട്ടിക്കിൾസ്, ഫങ്ഷൻസ് തുടങ്ങിയവയെല്ലാം കമ്പാരിസൺ ഒക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ടീം നമ്പർ 49-ല് എൻ്റയർ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അത് പോയി കാണുക. മറ്റൊരു സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.